നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 25. അല്ലിയെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ മോനെ? നന്ദിനിയുടെ ചോദ്യം കേട്ട് നിസ്സഹായതയോടെ അല്ലിയെ നോക്കി. അവളും വല്ലാതെയായിരുന്നു. ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആണ്. ഈ സമയത്ത് ആദ്യം അല്ലിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കാനാവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ 2 ദിവസം കാണാതെ വന്നതേ ഉള്ളൂ. ഇനിയും അവനെ കാണാതെ നിൽക്കാൻ അവളെ കൊണ്ടും കഴിയില്ലായിരുന്നു. പക്ഷെ അവൻ അമ്മയോട് നോ പറയാനും ആവില്ലെന്ന് അവൾക്കറിയായിരുന്നു. അല്ലി ദയനീയമായി ആദിയെ നോക്കി. കൃതിയുടെ ഇഷ്ടം പോലെ അമ്മ, ആദി എങ്ങും തൊടാതെ പറഞ്ഞു. അല്ലി അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടും അല്ലിക്ക് അവനോട് പരിഭവം തോന്നി. അമ്മയോട് നോ പറയാനാവാതെ അല്ലിയും വീർപ്പ് മുട്ടി. ഞാൻ വരാം അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി, അവസാനം അല്ലി പറഞ്ഞു. ആദ്യം അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൻ ദയനീയമായി അല്ലിയെ നോക്കിയെങ്കിലും അല്ലി അവനെ നോക്കിയതേയില്ല. സങ്കടമായിരുന്നു അവൾക്ക്. ആദ്യമായിട്ടാണ് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്. അമ്മമാരപ്പോഴേക്കും അവളെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം വിഷമിച്ചു. ഇനിയും അവളെ കാണാതെ നിൽക്കാൻ അവനെ കൊണ്ടാവില്ലായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി നിന്ന അല്ലിക്ക് അവന്റെ അവസ്ഥ മനസ്സിലാവുമായിരുന്നു. പരസ്പരം കാണാൻ കഴിയില്ലെന്ന ചിന്തയിൽ രണ്ടുപേരും ഒരുപോലെ ഉരുകി. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും നന്ദു അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേച്ചിക്ക് എങ്ങനെയുണ്ട് സാറേ? അവൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകും, ആദി പറഞ്ഞു. അപ്പൊ ഞാനും പോയിക്കോട്ടെ? നന്ദു ചോദിച്ചു. നീ എങ്ങോട്ട് പോവും? ഞാനിപ്പോ താമസിക്കുന്ന ഒരു ലോഡ്ജിലാണ്, അവൻ പറഞ്ഞു. ആദ്യം ഒന്ന് ആലോചിച്ചു. ഇന്ന് പോയിട്ട് നാളെ എന്റെ ഫ്ലാറ്റിൽ വരണം, അവൻ പറഞ്ഞു. എന്തിനാ സാറേ? അറിഞ്ഞാലും നീ വരൂ? ഏയ്, നാളെ രാവിലെ ഞാൻ വന്നോളാം. എന്നാ ഞാൻ പോയിക്കോട്ടെ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. പോയിക്കോ, ആദി പറഞ്ഞതും നന്ദു ജീവശ്വാസം കിട്ടിയതുപോലെ അവിടുന്ന് പോയി. അവൻ പോകുന്ന നോക്കിക്കൊണ്ട് ആദ്യ റൂമിലേക്ക് നടന്നു. ഡിസ്ചാർജ് കിട്ടിയതും എല്ലാം എടുത്തുകൊണ്ട് അമ്മമാർ ഇറങ്ങാൻ തയ്യാറായി. അല്ലിയെ കൊണ്ടുപോകാനുള്ള വീൽ ചെയർ വരാഞ്ഞതുകൊണ്ട് ആദിയും അല്ലിയും റൂമിൽ വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയതും ആദ്യം അല്ലിയുടെ അടുത്തേക്ക് ചെന്നു. അവനടുത്ത് വന്നതും അല്ലി മുഖം തിരിച്ചു. അമ്മയോട് എനിക്ക് നോ പറയാനാവില്ല കൃതി, നിനക്ക് വിഷമമായല്ലേ? അവൻ ചോദിച്ചു. എനിക്ക് മാത്രമാണോ വിഷമം? ആദ്യത്തിന് വിഷമമില്ലേ? എന്നെ കാണാതെ ഇനി നിൽക്കാൻ പറ്റുമോ? അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അച്ഛനോട് പറയട്ടെ? അച്ഛന് നമ്മളെ മനസ്സിലാവും, അല്ലി ചോദിച്ചു. വേണ്ട, ഇപ്പൊ അവരെല്ലാം നിന്നെ നോക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി നീ വരുന്നില്ലെന്ന് പറഞ്ഞാ അത് ശരിയല്ല, അവൻ അവളോട് സമാധാനത്തിൽ പറഞ്ഞു. എന്നും വരും എന്നെ കാണാൻ? അല്ലി ചോദിച്ചു. വരുന്നേ, ആദ്യം അവളെ ആശ്വസിപ്പിച്ചു. ആദ്യമാണ് അല്ലിയെ കാറിലേക്ക് കയറ്റിയത്. ആദിക്ക് ഞങ്ങളുടെ കൂടെ വരായിരുന്നു, അച്ഛൻ പറഞ്ഞു. എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്ന് പകൽ ഓഫീസിൽ പോയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഓഫീസിലേക്ക് പോവേണ്ടി വരും അച്ഛാ. ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആദി പറഞ്ഞു. തിരികെ ഫ്ലാറ്റിലേക്ക് എത്തിയതും അവിടുത്തെ നിശബ്ദത ആദ്യമായി ആദിക്ക് അരോചകമായിട്ട് തോന്നി. കഴിഞ്ഞൊരു പകലും രാത്രിയും തോന്നാത്ത ഒരു ഒറ്റപ്പെടൽ. അവന് ശ്വാസം മുട്ടി. വേഗം തന്നെ കുളിച്ച് ഫ്രഷായി അവൻ ഓഫീസിലേക്ക് ഇറങ്ങി. മനഃപൂർവ്വം അല്ലി വിളിച്ചില്ല അവൻ. അവളുടെ ശബ്ദം കേട്ടാ ചിലപ്പോ ഇതുപോലെ ആവില്ല, ഓടി ചെല്ലാനാവൻ തോന്നുക. ഓഫീസിലെത്തിയതും അവൻ ഓരോ തിരക്കുകളിലും മുഴുകി. അല്ലിയാണെങ്കിൽ അവിടെ ആദ്യേക്കാൾ സങ്കടത്തിലായിരുന്നു. അവളുടെ അശ്രദ്ധ മൂലമാണ് ഇപ്പോ ഇങ്ങനെയൊരു വിരഹം ഉണ്ടായതെന്ന ചിന്ത തന്നെ അല്ലിയെ വിഷമിപ്പിച്ചു കളഞ്ഞു. രാത്രിയായതും ആലി അവിടേക്ക് ചെന്നു. അവളെ കണ്ടതും പണ്ടത്തെ പോലെ അല്ലിക്ക് സന്തോഷം തോന്നിയില്ല. എന്താ പെണ്ണെ, എന്നെ കണ്ടിട്ടൊരു ചിരി പോലും തരുന്നില്ലല്ലോ, നിന്റെ IPS കാണാത്ത സങ്കടമാണോ? ആലി തമാശയോടെ ചോദിച്ചു. പക്ഷേ IPS എന്ന് പറഞ്ഞതും അല്ലിയുടെ പിടി വിട്ടുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, നീ കരയാണോ? എന്റെ പെണ്ണെ, നീ ഇത്ര ലോലഹൃദയാണോ? ഞാൻ വിളിക്കാം നിന്റെ ആളെ, ഇങ്ങോട്ട് വരാനും പറയാം. അലി ഫോൺ കയ്യിലെടുത്തു. പക്ഷെ അല്ലി അവളെ തടഞ്ഞു. വേണ്ട, എന്നെ വിളിക്കാൻ പോലും സമയമില്ലാത്ത ആളല്ലേ, നീ വിളിക്കണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല, അല്ലി പറഞ്ഞുകൊണ്ട് കണ്ണും മുഖവും തുടച്ചു. ഞാനൊന്ന് കിടക്കട്ടെ അലി, നീ ഫ്രഷ് ആയി എന്തെങ്കിലും കഴിക്ക്, അല്ലി പറഞ്ഞു. ഓക്കേടാ, നീ റെസ്റ്റ് എടുത്തോ. ആലി വേഗം പുറത്തേക്ക് ഇറങ്ങി.
വിശപ്പ് ഒരു തരി പോലും ഇല്ലാഞ്ഞിട്ടും മരുന്ന് കഴിക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയോ കഴിച്ചെന്ന് കരുതിയല്ലേ. മരുന്നും കഴിച്ച് ബെഡിലിരിക്കുമ്പോൾ കണ്ണുകൾ മിനിറ്റ് വെച്ച് ഫോണിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ആളുടെ കോള് കാണാതെ അവൾ നിരാശയായി. പക്ഷേ അവനെ അങ്ങോട്ട് വിളിക്കില്ലെന്നൊരു കുഞ്ഞു വാശി അവളുടെ ഉടലെടുത്തിരുന്നു. ഏറെ രാത്രിയായിട്ടും ഉറക്കം വരാതെ കിടക്കെ അല്ലി ഫോണിലേക്ക് നോക്കി. ആദിയുടെ ഓർമ്മയില് കണ്ണുകളൊന്നും നിറഞ്ഞതും വാശിയൊക്കെ മാറ്റിവെച്ച് അവനെ വിളിക്കാൻ ഫോൺ എടുത്തവള്. ആദിയുടെ നമ്പർ ഡയൽ ചെയ്യാൻ പോയതും ആദിയുടെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല. കൃതി, ആയുധേ? സ്നേഹം തുളുമ്പുന്ന ആദിയുടെ ശബ്ദം കാതുകളിൽ കേട്ടതും അല്ലി ഒന്ന് വിതുങ്ങിപ്പോയി. എന്താ വിളിക്കാതിരുന്നത്? അവൾ ഇടർന്ന ശബ്ദത്തിൽ ചോദിച്ചു. വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓടി വന്നേനെ കൃതി. നിന്റെ ശബ്ദം കേട്ട അവിടെ ഞാൻ എങ്ങനെ നിൽക്കും? ആദി പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തിനാ വിളിച്ചത്? അവൾ പരിഭവത്തോടെ ചോദിച്ചു. എനിക്ക് പറ്റണ്ടേ നിന്നെ കാണാതെ, ഈ ശബ്ദമൊന്നും കേൾക്കാതെ? ആദി പറഞ്ഞു. എനിക്കിപ്പോ കാണണം ആദ്യേട്ടാ. അല്ലിക്ക് സങ്കടം വന്നു. ബാൽക്കണി തുറക്ക് കൃതി, ഞാനിവിടെ ഉണ്ട്. ആദി പറഞ്ഞത് കേട്ട് അല്ലിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അല്ലി പതുക്കെ എഴുന്നേറ്റ് ബാൽക്കണി ഡോറ് തുറന്നു. അല്ലിയെ മുന്നിൽ കണ്ടതും ആദി പൊതിഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അതോടെ അല്ലിക്ക് ആദിയോട് തോന്നിയ ചെറിയൊരു പിണക്കം പോലും മഞ്ഞുതുള്ളി പോലെ അലിഞ്ഞുപോയി. അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഐ മിസ്ഡ് യു കൃതി, ആദി പറഞ്ഞു. ഞാനും, അല്ലിയും പറഞ്ഞു. വേദന ഉണ്ടോ? ആദി ചോദിച്ചു. നെറ്റിയിലുണ്ട്. പിന്നെ ഒരഞ്ഞു പോയതൊക്കെ ഉണങ്ങുകയല്ലേ, അവിടെയും ചെറുതായിട്ട് നീറ്റലുണ്ട്. നാളത്തേക്കെല്ലാം മാറുന്ന ഡോക്ടർ പറഞ്ഞത്. ആദ്യത്തെ കഴിച്ചോ? അല്ലി ചോദിച്ചു. ഓഫീസിൽ വെച്ച് കഴിച്ചു. ഇപ്പോ തിരിച്ചു പോകുന്നുണ്ടോ വീട്ടിലേക്ക്? അല്ലി ചോദിച്ചു. വെളുപ്പിനെ എല്ലാരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോവാം. ഇന്ന് നീ ഇല്ലാതെ പറ്റില്ല. ആദ്യം അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു. എന്നാലും ഈ പോലീസ് എന്നെ കാണാൻ കള്ളന്മാരെ പോലെ വന്നല്ലോ. ആരടി കള്ളൻ? ഒന്ന് ചമ്മിയെങ്കിലും അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഈ കള്ള പോലീസ്. അല്ലി ആദിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ആരോടും പറയണ്ടട്ടോ ഇക്കാര്യം. നമ്മൾ ലിറ്റിൽ സീക്രട്ടായി ഇരുന്നോട്ടെ ഇത്, ആദി ചമ്മലോടെ പറഞ്ഞു. ആദിയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കെ അല്ലിക്ക് അറിയായിരുന്നു ഇതിനേക്കാൾ വലുതൊന്നും തനിക്ക് വേണ്ടെന്ന്. ഇയാളെയും ഇയാളുടെ സ്നേഹവും മതി. അവൾ ആദിയുടെ നെഞ്ചിലേക്ക് ചുണ്ടുകൾ ചേർത്തു. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് എന്റെ കൺട്രോൾ കളഞ്ഞ ഞാനും തിരിച്ച് അത് തന്നെ ചെയ്യും കൃതി. ഇതെന്ന സാധനം അതേ സ്ഥലത്ത് ഞാനും തരും. ആദ്യ കണ്ണുകൾ തുറക്കാതെ പറഞ്ഞു. അയ്യേ! അല്ലി വേഗം കണ്ണുകൾ ഇറുക്കി അടച്ചു. 4 മണിക്ക് ആദ്യം എഴുന്നേറ്റു. അല്ലി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. കുറച്ചു നേരം അവളെ നോക്കിയിരുന്ന ശേഷം അവൻ അവളുടെ നെറ്റിയിൽ അധരങ്ങൾ ചേർത്തു. അല്ലി ഉണർത്താതെ വേഗം ഫ്രഷായി. അവൾക്കൊരു ഉമ്മ കൂടി കൊടുത്തിട്ട് വന്ന വഴി ഞാൻ ഇറങ്ങിപ്പോയി. രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ആദ്യം ഒന്ന് ഡോറ് തുറന്നതും നന്ദു ആയിരുന്നു. കയറി വാ, ആദ്യം അവനെ അകത്തേക്ക് വിളിച്ചു. ചേച്ചി ഓക്കെ അല്ലേ? അകത്തേക്ക് കയറിയതും നന്ദു ചോദിച്ചു. നിന്റെ ചേച്ചി ഓക്കെയാണ്. നിന്റെ ചേച്ചിയെന്ന് കേട്ടതും നന്ദുവിന് എന്തോ പോലെ തോന്നി. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഒരു സോറി പറയാൻ, നന്ദു ചോദിച്ചു. നിന്റെ ചേച്ചി ഇവിടെ ഇല്ല, അയാളുടെ വീട്ടിലാണ്. അവിടെ ചെന്ന് കാണാം പോരെ? അവൻ ചോദിച്ചു. നന്ദു തലയാട്ടി. നീ പഠിക്കുന്നുണ്ടോ? എന്താ? നീ പഠിക്കുന്നില്ലേന്ന്? ഇല്ല, +2 കഴിഞ്ഞു. പിന്നെ പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയില്ലേ. നിനക്ക് പഠിക്കണോ? എന്താ സാറേ? അവനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. നിന്നെ ഞാൻ പഠിക്കാൻ ചേർക്കട്ടെ? ആദി ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറെന്തിനാ? എനിക്ക് തോന്നിയിട്ട്. എന്താ? അങ്ങനെ തോന്നാൻ പാടില്ലേ? എനിക്ക് ജോലിയുണ്ട്. ഇനി അതിന് പോകണ്ട. എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം നീ. ഇന്ന് വേണ്ട, നാളെ മതി. നിന്റെ ആ കൂട്ടുകാരനോട് പറഞ്ഞേക്ക്. സാറെന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ഭാര്യയെ വണ്ടി ഇടിച്ചതിന്? നന്ദു ചോദിച്ചു. അറിയാതെ പറ്റിയതല്ലേ, എന്നെ ജയിലിടല്ലേ സാറേ. ഇനി ഒരിക്കലും ഞാൻ ബൈക്ക് ഓടിക്കില്ല, നന്ദു പറഞ്ഞു. ആ ടെൻഷനിലിടയിലും ആദിക്ക് ചിരി വന്നുപോയി. നിനക്കെന്നെ വിശ്വാസമുണ്ടോ?
ഉണ്ട്. പക്ഷെ പോലീസല്ലേ, എനിക്ക് പേടിയാ. എന്നാലും എന്നെ ജയിലിൽ അയച്ചില്ലല്ലോ, എനിക്ക് വിശ്വാസമാണ്. എങ്കില് നിന്നെ ഞാനൊരു സ്ഥലത്താക്കട്ടെ. അവിടെ നിനക്ക് എത്ര നാള് വേണമെങ്കിലും താമസിക്കാം. നിന്റെ പഠന ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം, ആദി പറഞ്ഞു. പക്ഷെ സാറെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നന്ദു ചോദിച്ചു. എനിക്ക് തോന്നിയിട്ട്. നീ കാരണം എന്റെ പെണ്ണിന് അപകടം ഉണ്ടായില്ലേ? എത്ര രൂപയാ ചെലവായത്? നിന്റെ ഈ ജോലിയോട് എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഓർത്തു, നിന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടിയ ആ പൈസ ഒക്കെ എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാലോ. ആദി പറഞ്ഞത് കേട്ട് നന്ദു അന്തം വിട്ടു നിന്നു. നാളെ രാവിലെ നിന്റെ ചേച്ചിയെ കാണാൻ വരുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം, ആദി പറഞ്ഞു. ചേച്ചിയെ കാണാൻ ഞാൻ വരാം. പക്ഷെ മറ്റേത് എനിക്ക് ഒന്ന് ആലോചിക്കണം. ആരോട്? നിന്റെ ആ പേടിത്തൊണ്ട കൂട്ടുകാരനോടോ? ആദി ചോദിച്ചു. രാഹുല് പേടിത്തൊണ്ടനൊന്നുമല്ല. അത് അവൻ എല്ലാരും ഇല്ലേ, അവരൊക്കെ നോക്കണ്ടേ. ഞാൻ പറഞ്ഞിട്ടാ അവൻ പോയത്, നന്ദു ദേഷ്യത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ചേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ചേച്ചിയെ കാണാൻ ഞാനും വരും. വേറെ ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം, നന്ദു പറഞ്ഞു. അവൻ ദേഷ്യത്തില് സാറെന്നല്ല വിളിച്ചതെന്ന് അവൻ ആ സമയം ഓർത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് സമ്മതിച്ചില്ലേ, രണ്ടിനെയും പിടിച്ചകത്തിടിഞ്ഞ്. ആദ്യം കലിപ്പായി. എന്തേ, ഇനി നിനക്ക് വരണ്ടേ എന്റെ കൂടെ? നന്ദുവിന്റെ മുഖം വീർത്തു വന്നു. വരാം, ഞാൻ വന്നോളാം. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എങ്കിലും വാ, ഒരുമിച്ച് കഴിക്കാം. ആദ്യം ഡോറ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. നന്ദുവിനെയും കൊണ്ട് നല്ലൊരു ഹോട്ടലിൽ കയറി. നന്ദു ആകെ കൺഫ്യൂഷനിലായിരുന്നു. എന്തിനാ ആദ്യം അവനോട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത് പോലും നന്ദുവിന് മനസ്സിലായില്ല. പക്ഷെ ആദിക്കും അത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇന്നലെ മാത്രം കണ്ട ഈ പയ്യൻ എന്താ അവനിത്ര പ്രിയപ്പെട്ടതാവുന്നതെന്ന്. അവർ തമ്മിൽ കണ്ടുമുട്ടണമെന്നത് ഒരു നിയോഗമായിരുന്നുവെന്ന് ആ നിമിഷം അവർക്ക് മനസ്സിലായില്ലായിരുന്നു.